അർഹതയില്ലാതെ വലിഞ്ഞു കയറി വന്നവളെ നാട്ടുകാരും മുഴുവൻ ആദരിക്കുന്ന പോലും. തെറ്റായിട്ട് ജീവിക്കുന്നവളെ കുറിച്ച് തെറ്റായിട്ടേ പറയാൻ പറ്റൂ. അവളെ കുറിച്ച് എന്ത് നല്ലത് പറയാനാ? അവളൊരു വൃത്തികെട്ട സ്ത്രീയാ. മുരളിയേട്ടാ. ശ്വേതയോ, നീയും പെട്ടെന്ന് പോന്നോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അവിടെ നടന്ന സംഭവങ്ങള് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മുരളിയേട്ടൻ അപ്സെറ്റ് ആയി പോകുന്നില്ലേ? പിന്നെ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല. ഇനിയും അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കില്ലേ? ഞാനിവിടെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. മാത്രമല്ല എനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട്. ടെൻഷൻ അടിക്കുമ്പോഴും തലവേദനിക്കുമ്പോഴും തനിച്ചിരിക്കാൻ പാടില്ല. അത് തലവേദന കൂട്ടേ ഉള്ളൂ. ഞാൻ മുരളിയേട്ടന് കുറച്ച് ബാം പുരട്ടി തരട്ടെ? വേണ്ട ശ്വേതേ, നീ വെറുതെ കഷ്ടപ്പെടണ്ട. ഇത് മാറിക്കോളും. മുരളിയേട്ടൻ എന്തെങ്കിലും ചെയ്തു തരുന്നത് എനിക്ക് സന്തോഷല്ലേ. ഞാനിപ്പോ വരാം. ശ്വേതേ, വേണ്ട. ശ്വേതേ, അതിങ്ങിതാ ഞാൻ പറ്റിക്കോളാം. മുരളിയേട്ടാ ഇത് പറഞ്ഞു. ശ്വേത, തല മാത്രമേ വേദനിക്കുന്നുള്ളൂ, ബോഡിയല്ല. അവിടെ ഇരിക്കും മുരളിയേട്ടാ. ടെൻഷൻ കൂടിയുണ്ടോ മുരളിയേട്ടാ ഇങ്ങനൊരു തലവേദന വന്നിരിക്കുന്നത്? ഇത് മാറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മസാജ് ആവശ്യം. മുരളിയേട്ടന്റെ മനസ്സൊന്ന് റിലാക്സ് ആവണം. മുരളിയേട്ടന് അറിയില്ല, എനിക്ക് മസാജ് തെറാപ്പി അറിയാം. ശ്വേത, എന്റെ കൈകളിൽ എന്തോ മാന്ത്രിക വിദ്യയുണ്ടെന്ന് ഫ്രണ്ട്സ് പറയാറ്. എത്ര പേര് ഇതിനു വേണ്ടി കൊതിച്ചിട്ടുണ്ടെന്നോ? അതുകൊള്ളാം. ഇപ്പാരും മസാജ് ചെയ്യാൻ വിളിക്കാറില്ലേ? എന്റെ മുരളിയേട്ടാ, ഞാനൊന്ന് തൊട്ടതേ ഉള്ളൂ. മുരളിയേട്ടന്റെ മനസ്സ് റിലാക്സ് ആയി. അതുകൊണ്ടല്ലേ മുരളിയേട്ടൻ ഇങ്ങനെ തമാശ പറയാൻ തുടങ്ങിയത്. ഇത് മതി. മുരളിയേട്ടാ, കാലെന്ത് കാണിച്ചേ? കാലോ? അത് കാലെന്തിനാ? കാലം കൂടി തിരുമ്മി തരാം. മുരളിയേട്ടൻ ഒന്നും കൂടി റിലാക്സ് ആവും. ആ സംഭവം മറക്കണമെങ്കിൽ മനസ്സ് ശരീരം നന്നായിട്ട് റിലാക്സ് ആവണം. അതൊന്നും ചെയ്യണ്ട. എന്താ ഇത്? കാലിങ്ങോട്ട് കാണിച്ചേ. പ്ലീസ്, ഞാൻ പറയുന്ന ഇനി ഒന്നും മിണ്ടരുത്. ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ശ്വേതേ, മുരളിയേട്ടൻ എന്താ എണീറ്റത്? ശ്വേതേ, ഇതൊന്നും അത്ര ശരിയല്ല. അതിന് ഞാൻ എന്ത് ചെയ്തു മുരളിയേട്ടാ? എന്തിനാ മുരളിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശ്വേതേ, നീ നിന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിന്റെ കണ്ണിലും പ്രവൃത്തിയിലും കാണാം. അതൊന്നും ശരിയല്ല. അത് ശരിയാവാനും പാടില്ല. എന്തായാലും മുരളിയേട്ടൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതൊന്ന് തുറന്ന് പറയാനായിട്ട് ഞാൻ എത്ര നാളായി കൊതിക്കുന്നു. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഒത്തിരി നാളൊന്നും ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. വന്ന് 4-ാം പക്കം തിരിച്ചു പോണെന്ന് കരുതി. പക്ഷേ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന റൗഡികളെ അടിച്ചോടിച്ചപ്പോ മുരളിയേട്ടന്റെ കണ്ണുകളിലുണ്ടായിരുന്ന ആ തീക്ഷ്ണത, ചിത്രയെ പോലെ ഡ്രസ് ചെയ്ത് ഞാൻ പാട്ടുപാടിയതും അത് ചിത്രയാണെന്ന് കരുതിയിട്ട് മുരളിയേട്ടൻ മതി മറന്ന് ആസ്വദിച്ചത്. അമ്മായി എന്തു പറഞ്ഞാലും കണ്ണടച്ചനുസരിക്കുന്ന മുരളിയേട്ടന്റെ ആ സ്നേഹം എല്ലാം കൂടി എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ എനിക്കാവില്ല. ഇത് നോക്ക് ശ്വേതേ, നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നിങ്ങനെ പറയാൻ നിൽക്കണ്ട. എന്തിനാ മുരളിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ സ്വമേധയെ തെരഞ്ഞെടുക്കുന്നതും അവനോട് തന്റെ ഇഷ്ടം അറിയിക്കുന്നതും തെറ്റാണോ? അതൊക്കെ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ശരി.